അയാൾ ഒരു വാമ്പയറിനെ കൊല്ലാനായി വന്നിരിക്കുന്നു. അതിനായി അയാൾ തന്റെ ബോഡിയിൽ മന്ത്രമുള്ള അമ്പ് കുത്തിവെച്ച് ആ വാമ്പയറിന്റെ മുന്നിലേക്ക് വന്ന് മരിച്ചതുപോലെ ആക്ട് ചെയ്യുന്നു. ആക്ച്വലി ഇതിനു മുൻപ് ആ മാന്ത്രിക അമ്പ് വെച്ചാണ് വാമ്പയറിനെ അറ്റാക്ക് ചെയ്തത്. വാമ്പയർ ആ അമ്പ് കണ്ട് ചാങ് അവരുടെ ആളാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ ചാങ്ങിന്റെ അടുത്ത് നിന്നും ബാഡ് സ്മെൽ വരാത്തത് കൊണ്ട് വാമ്പയറിന് സംശയം തോന്നുന്നു. ഭാഗ്യത്തിന് ഞാൻ മരിച്ചിട്ട് കുറച്ചു നേരമേ ആയുള്ളെന്ന് പറഞ്ഞ് ആ വാമ്പയറിനെ ഹാൻഡിൽ ചെയ്യുന്നു. അതുകൊണ്ട് വാമ്പയർ ചാങ്ങിനെയും തന്റെ ഒപ്പം കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ ചാങ് പോകുന്ന വഴി ഒരു മന്ത്രസൂചി എടുത്ത് അതിൽ ബ്ലഡ് പുരട്ടി എറിയുന്നു. നോക്കുമ്പോൾ വാമ്പയർ അത് തന്റെ ദേഹത്ത് കുത്തിയത് പോലും അറിയുന്നില്ല. അതുകൊണ്ട് ചാങ് അടുത്തതായി ഒരു കോപ്പർ കോയിൻ മരത്തിലേക്ക് എറിഞ്ഞ് അത് ആ വാമ്പയറിന്റെ നേരെ വരുത്തുന്നു. പക്ഷെ ആ വാമ്പയർ അത് തന്റെ പല്ല് വെച്ച് ഈസിയായി പിടിക്കുന്നു. എന്നാലും ചാങ് പ്രതീക്ഷ കൈവിടാതെ മന്ത്രവാക്കുകൾ തന്റെ നെറ്റിയിൽ വെച്ച് അത് ആ വാമ്പയറിന്റെ ദേഹത്തൊട്ടിക്കുന്നു. അതിനുശേഷം വേഗം തന്നെ ഒരു മന്ത്രം പറഞ്ഞ് അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ വാമ്പയർ കാഷ്വലായി ആ പേപ്പർ എടുത്ത് ചാങ്ങിന്റെ കയ്യിൽ തന്നെ കൊടുക്കുന്നു. അതേസമയം ചാങ് പിടിക്കപ്പെടാതിരിക്കുന്നതിനായി ആ പേപ്പറിൽ തൊട്ടതും തെറിച്ചു പോകുന്നത് പോലെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ അവനെ രക്ഷിക്കുന്നതിനായി വാമ്പയർ ആ പേപ്പർ കടിച്ചു തിന്നുന്നു. എന്നാൽ ചാങ് അപ്പോഴും നിർത്താതെ ഒരു മന്ത്ര കണ്ണാടി മരത്തിൽ വെച്ച് താഴെ വീണതുപോലെ അഭിനയിക്കുന്നു. അതിനുശേഷം ആ വാമ്പയറിന്റെ ശ്രദ്ധ മാറിയതും അതിനെ ആ കണ്ണാടിയിൽ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. നോക്കുമ്പോൾ അപ്പോഴും ആ വാമ്പയറിന് ഒന്നും സംഭവിക്കുന്നില്ല. ദേഷ്യം വന്ന ചാങ് അവസാനം തന്റെ പൂർവികർ കൊടുത്ത കോപ്പർ വാൾ ഉപയോഗിക്കാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ അതാ വാമ്പയറിന്റെ ദേഹത്ത് കൊണ്ടതും പീസായി പൊട്ടിപ്പോകുന്നു. അപ്പോഴാണ് അവന് ആ വാമ്പയറിനെ കൊല്ലാൻ കഴിയില്ലെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അവൻ ആ വാമ്പയറിനെ പുകഴ്ത്തി സംസാരിച്ചിട്ട് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞു പോകുന്നു. പക്ഷെ അതിനുശേഷമാണ് അവന് വാമ്പയർസ് യൂറിൻ പാസ് ചെയ്യില്ലെന്ന് ഓർമ്മ വരുന്നത്. അവസാനം അവൻ ആ വാമ്പയറിന്റെ കയ്യിൽ അകപ്പെടുന്നു.